റീസെൻ്റ്ലി 100% കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കുറേ റെസ്ട്രിക്ഷൻസ് വരാനുള്ള കാരണം? ഇത് സത്യത്തിൽ നമ്മൾ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്ത സമയത്തും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളന്ന് മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പുതിയ സംഭവങ്ങളല്ല. ഇത് നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ വന്നു എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. നേരത്തെ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ 100%-ൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഹൈ എൻഡ് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഗവൺമെൻറ് അതിലെ ടാർഗറ്റഡ് ഓഡിയൻസ്. 100% ഓപ്പൺ ആക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് പറഞ്ഞാൽ ഹൈ എൻഡ് കാറ്റഗറി കമ്പനീസാണ്. അപ്പോൾ അതിൽ തീർച്ചയായും സ്റ്റാൻഡേർഡൈസേഷൻ നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷൻ സംഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, കാരണം നമുക്ക് തന്നെ ആലോചിച്ചാലേ മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരു കോൺട്രാക്ടിങ് കമ്പനി ഏതൊരു വ്യക്തിക്കും പോയി ഓപ്പൺ ആക്കാൻ പറ്റുമോ പ്രൊജക്റ്റ് ഇല്ലാതെ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ മിനിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 200,000 ക്യാപിറ്റൽ വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഖത്തറിലുള്ള ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 months കാണിക്കണം. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്.